ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കൊന്ന് ക്ലോത്ത് വെച്ചിട്ട് നല്ലൊരു പെൻസിൽ പൗച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്യാൻവാസിലാണ് അളവുകളൊക്കെ എടുത്തിട്ടുള്ളത്. നമ്മൾ കോളറിനൊക്കെ വെക്കുന്ന ക്ലോത്തിൻ്റെ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. 11 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളവുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതേ അളവിൽ തന്നെ ഒരു ലൈനിങ് കൂടി വേണം. നമ്മൾ എടുത്തിട്ടുള്ള മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശത്തേക്ക് ക്യാൻവാസിൻ്റെ മിനുസമുള്ള വശം വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റുമ്പോഴും നമ്മൾ 11 ഇഞ്ച് വീതിയുള്ള വശത്ത് രണ്ട് സൈഡിലും കുറച്ച് തുണി മെയിൻ ക്ലോത്തിൽ അധികം ഇട്ടേക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അധികം വിട്ട തുണി രണ്ട് സൈഡിലും മടക്കി അടിച്ചു കൊടുക്കണം. നമ്മൾ ഈ 11 ഇഞ്ച് വീതിയുള്ള വശത്താണ് സിബ് വെച്ച് കൊടുക്കുന്നത്. രണ്ട് സൈഡും മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ റണ്ണറും സിബും സെപ്പറേറ്റ് വാങ്ങിക്കുന്ന രീതിയിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം റണ്ണർ ഇട്ട് കൊടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചുരിദാറിനൊക്കെ വെക്കുന്ന സാധാ സിബ് വെച്ചിട്ടും പൗച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി രണ്ട് സൈഡിലും സിബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം. റണ്ണർ ഇട്ട് കൊടുക്കുമ്പോൾ 2 പ്രാവശ്യം റണ്ണർ കയറ്റി ഇറക്കണം. ആദ്യം ഒന്ന് കയറ്റി ഇറക്കിയതിന് ശേഷം റണ്ണർ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് വരത്തക്ക രീതിയിലാക്കി രണ്ടാമത് ഇട്ട് കൊടുക്കണം. അതായത് എങ്കിൽ മാത്രമേ സിബ് നമുക്ക് ക്ലോസ് ആയിട്ടിരിക്കുകയുള്ളൂ. ഇനി ഇത് ലെവൽ ചെയ്ത് പിടിച്ചതിന് ശേഷം താഴ്ഭാഗത്ത് രണ്ട് സൈഡിലും ഓരോ കട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഭാഗവും സിബിൻ്റെ സെൻറ്ററും കറക്റ്റ് വരത്തക്ക രീതിയിൽ വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കറക്റ്റ് ലെവലിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അധികം വരുന്ന സിബ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി 4 കോർണറിലും 1 ഇഞ്ച് നീളവും വീതിയും ഉള്ള അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ കറക്റ്റായിട്ട് രണ്ട് സൈഡും ഒരേ ലെവലിൽ പിടിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4 കോർണറിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 4 കോർണറിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പെൻസിൽ പൗച്ച് റെഡിയായി. നല്ല ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പെൻസിൽ പൗച്ചാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.